അമേരിക്കയിലെ ഒന്നാമത്തെ പ്രസിഡൻ്റാണ് ജോർജ് വാഷിങ്ടൺ. 47ാമത്തെ പ്രസിഡൻ്റാണ് റൊണാൾഡ് ട്രംപ്. 46ാമത്തെ പ്രസിഡൻ്റാണ് ജോ ബൈഡൻ. 44ാമത്തെ പ്രസിഡൻ്റാണ് ബറാക് ഒബാമ. എന്നാൽ ലോകം ഉള്ളിടത്തോളം കാലം എന്ന് ഓർമ്മിക്കപ്പെടുന്ന അമേരിക്കയിലെ 16ാമത്തെ പ്രസിഡൻ്റാണ് അബ്രഹാം ലിങ്കൺ. ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയാം. 15 വയസ്സുവരെ അദ്ദേഹം ഒരു വർഷമേ സ്കൂളിൽ പോയിട്ടുള്ളായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പിതാവിനോടൊപ്പം വിറക് വെട്ടാൻ സഹായിക്കാൻ പോകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. എന്നാൽ അദ്ദേഹം പിന്നീട് പല മത്സരങ്ങളിൽ ഏർപ്പെട്ടു, അവിടെയെല്ലാം തോറ്റു. പല ബിസിനസ്സുകൾ ചെയ്തു, അതെല്ലാം പൊട്ടി പാളിഷായി എന്ന് തന്നെ പറയാം. അവസാനം ഒരേ ഒരു വിജയമായിരുന്നു 52ാമത്തെ വയസ്സിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് എന്ന സ്ഥാനം. എളിയ ജീവിത സാഹചര്യത്തിൽ ജീവിച്ചൊരു മനുഷ്യന് എത്തിച്ചേരാവുന്ന ഉയരങ്ങൾ കണ്ടെത്തി കീഴടക്കിയ അദ്ദേഹത്തോട്, അറിവിൻ്റെയും വായനയുടെയും അത്ഭുത ലോകത്തിലേക്ക് ഇറങ്ങിയ ആ മനുഷ്യനോട്, ആ മഹാനോട് പത്രലേഖകൻ ചോദിച്ചു, താങ്കൾ വായിച്ച ഏറ്റവും വലിയ ഗ്രന്ഥം ഏതാണ്? ഏറ്റവും നല്ല ഗ്രന്ഥം ഏതാണ്? അദ്ദേഹം ഉടൻ പറഞ്ഞു, എൻ്റെ മാതാവാണ് ഞാൻ വായിച്ച ഏറ്റവും വലിയ ഗ്രന്ഥം, എൻ്റെ അമ്മയാണ് ഞാൻ വായിച്ച ഏറ്റവും വലിയ ഗ്രന്ഥം. എൻ്റെ ജീവിത പരാജയങ്ങളിൽ എനിക്ക് താങ്ങും തണലുമായി, എനിക്ക് ആത്മവിശ്വാസം പകർന്ന് ലോകത്തിൻ്റെ നെറുകയിൽ സൂര്യശോഭയോടെ ജ്വലിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത് എൻ്റെ മാതാവിൻ്റെ ദർശനങ്ങളാണ്, മാതാവാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആയതിനാൽ പരാജയങ്ങളിൽ മക്കളോടൊപ്പം തന്നെ നിൽക്കുക മാതാപിതാക്കൾ. പക്ഷേ എനിക്ക് മാതാപിതാക്കളോടല്ല മക്കളോട് പറയുവാനുള്ളത്, പരാജയങ്ങൾ ഒരു കുറ്റമേ അല്ല, പക്ഷെ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്തത് കുറ്റം തന്നെയാണ്. പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നേറാത്തത് കുറ്റം തന്നെയാണ്. പരാജയങ്ങൾ ഒരു കുറ്റമേ അല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.